അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ പലക്ക് പറയുക സെലക്ട് ആക്കി എനിക്കത്തെ വിഷയ മയ്യത്ത് നിസ്കാറാണ്ടുള്ളതായിട്ട് കിട്. നിങ്ങളെ കൂട്ടത്തിലുള്ള ചമ്മ ആൾമാറും ഇപ്പം മയ്യത്ത് നിസ്കരിക്കുന്ന ആൾമാരായിട്ട് കിടാറ്. ഒന്നെങ്കിൽ വെള്ളിയാസരണ്ട് ജുമുഅ നിസ്കാര കഴിഞ്ഞിട്ട് പള്ളിയിലെ ഇമാമ് മയ്യത്ത് നിസ്കരിക്കൂ, അപ്പൊ അതിലൊട്ടിക്ക് കൂടുതൽ ആൾമാരായിട്ടിക്കൂ. അല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും മൗത്തായിട്ട് അങ്ങനെ മയ്യത്ത് പള്ളിക്ക് കൊടുത്തിട്ട് പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് കൂടുതൽ ആൾമാരായിട്ടിക്കും. അപ്പൊ ഞാൻ ചൊന്നു വന്നത് ചമ്മാൽമാർ മയ്യത്ത് നിസ്കരിക്കാറ്. ചമ്മ ഉസ്താദുമാർക്ക് അതെല്ലാം ഗൊന്തുള്ളത് കൊണ്ട് ആ മയ്യത്ത് നിസ്കാരത്തെ രൂപ പോലെ നിസ്കരിക്കാറ് എല്ലാം ആക്കാറ്. ചില ആൾമാർക്ക് അതിന്റെ രൂപ പൂർണ്ണ എങ്ങനെ നെയ്യത്ത് വെക്കണോ, എന്ത്ര ഓതണോ, എത്ര തക്ബീറത്തുൽ ഇഹ്റാമുണ്ട് കറക്റ്റ് ഗൊന്തിക്കില്ല. ഒട്രാസി എല്ലാവരൊട്ടിಗೆ കൂടിയിട്ട് ഒരു നിസ്കാരാവും മയ്യത്തിനെ കൊണ്ടുപോയിട്ട് കബറെടുക്കാറ്. അങ്ങനത്തെ ഒരു അവസ്ഥയും കണ്ടു പണ്ട്. ചമ്മ ആൾമാർ ചില ഉമ്മമാർ മൗത്തായത് ഉമ്മ മറിച്ചങ്ങ് മോനല്ലേ നിൽക്കണായോ, ബാപ്പ മറിച്ചങ്ങ് മോനല്ലേ നിൽക്കണായോ, ആ മയ്യത്ത് നിസ്കരിക്കുന്ന മുന്നോട്ട് വന്നിട്ട് ഉസ്താ എങ്ങനെ കൈ കെട്ടണോ എങ്ങനെ ഇങ്ങനെ കേട്ടിട്ട് പിന്നെ പോയിട്ട് ഇമാം നിൽക്കുന്ന ആൾമാരും ഉണ്ട്. അതല്ല ഭാര്യ ഒരു അനാഹത്തായിട്ട് ഇക്കട്. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടിന്നെങ്കിൽ ഷർത്തും ഫർദും സുന്നത്തും അതെ റൂപ്പല്ല ഗൊന്തില്ലാത്ത മോനായിട്ടിന്നെങ്കിൽ അവനോട് നിൽക്കോ തീരാ. അവിടെ കൂട്ടത്തിലുള്ള ഒരു ആലിമരെ ഏൽപ്പിച്ചിട്ട് അവനോട് വിടണം. ഇത് നാണ് മോനല്ലേ ചെന്നിട്ട് പോയിട്ട് നിൽക്കറ് ഷർത്തും ഫർലും കൊന്തിക്കല്ല. ലാസ്റ്റ് ബണ്ട അനാഹുത്തെന്തരോ ഈ ഉമ്മക്ക് ഒരു സഹിഹായ ഒരു നിസ്കാര പോലും മയ്യത്ത് നിസ്കാര പോലും അയിമക്ക് കിട്ടാണ്ട് എല്ലാവരും നിസ്കാരം ബാത്തിലായി പോണ്ട് എനിക്കത്ത് ബേജാറ് ഖേദകരമായ ഒരു അവസ്ഥയും കൂടെ വന്നുകൊണ്ടുണ്ട്. അപ്പൊ എങ്ങനെ നിസ്കരിക്കണുണ്ടായിട്ട് ഇവിടെ ഇന്നത്തെ വീഡിയോയിലും ഞാൻ ചൊല്ലുക ഉദ്ദേശിച്ചുകൊണ്ടുള്ളൂ. പിരിസത്തെ മോമിനിങ്ങളെ മയ്യത്ത് ഞങ്ങൾ കൊടുന്നിട്ട് ഞങ്ങൾ എതിരിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ എങ്ങനെ എല്ലാവരും മയ്യത്ത് ഫസ്റ്റ് വെക്കണോ, എല്ലാവരും സൊഫായിട്ട് നിൽക്കണം. ഒരു ഇമാമ ചെന്നിട്ട് ഒരാൾ എതിരിൽ നിൽക്കാറ്. അങ്ങനെ ടിക്കറ്റ് നിസ്കരിക്കണത് ആണ് മയ്യത്തായിട്ടുണ്ടെങ്കിൽ ആണ് മയ്യത്തിന് തലര നേരെ നിൽക്കണം. മയ്യത്ത് ബൽത്തിട്ട് മയ്യത്ത് എതിരിൽ ബൽത്തിട്ടിക്കുമ്പോൾ ആ മയ്യത്തിന് തലര നേരെ ഇമാം നിൽക്കണം. പെണ്ണു മയ്യത്തായിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മ ഈ മരിച്ച പെണ്ണിങ്ങനെ ബയത്തിര നേരായിട്ടിക്കണം ഇമാം നിൽക്കണത്. അതിൻ്റെ ബാക്കിലുള്ള നല്ല സൊഫായിട്ട് നിൽക്കണം. നിന്നിട്ട് നീയത്ത് എന്ത് വേണം മയ്യത്ത് നിസ്കാരത്ത് എപ്പം നീയത്ത് വെക്കണേ അല്ലാഹു അക്ബർ ചൊന്നിട്ട് ബാക്കി നിസ്കാരത്തിൽ നിങ്ങൾ കൈ കെട്ടുമ്പോൾ നീയത്ത് വെക്കില്ലേ, അതേപോലെ നീയത്ത് വെക്കണം. എന്തൊരു നീയത്ത് ഈ മയ്യത്തിന് മേലിൽ ഫർദായിട്ട് ഇമാമിനൊട്ടിക്ക് നിസ്കരിക്കുക. അങ്ങനെ ഒരു നീയത്ത് വെച്ച മയവും അങ്ങനെ കൈ കെട്ടിയിട്ട് ഫസ്റ്റ് വജ്ജഹത്ത് ഓതുക തീറ. വജ്ജഹത്തും ഇല്ല, പിന്നെ കാലി ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിട്ടായ പിന്നെയും അല്ലാഹു അക്ബർ ചൊന്നിട്ട് പിന്നെയും കൈ കെട്ടിയിട്ട് അവിടെ സ്വലാത്ത് ചൊല്ലണം. സാധാരണ നിങ്ങൾ ഇപ്പോൾ ഓതി പണ്ടത് ഇബ്രാഹിമിയ സ്വലാത്തായിട്ടിക്കട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇങ്ങനെ പിന്നെയും അല്ലാഹു അക്ബർ ചെന്നിട്ട് കൈ കെട്ടിട്ട് എന്തിനാക്കണം നിങ്ങൾ മയ്യത്തുക്ക് ദുആ ഇറക്കണം. ദുആ എന്തരോ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സിഉ മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബർദ് വനഖിഹി മിനൽ ഖതായ കമാ യുനഖ അസ്സൗബുൽ അബിയദ് അല്ലെങ്കിൽ കമാ നഖൈത അസ്സൗബൽ അബിയദ് മിനദ് ദനസ് അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അദാബിൽ ഖബ്ർ വഫിത്നതിഹി വമിൻ അദാബിൻ നാർ ചെന്നിട്ടുള്ളതായിട്ടിക്കട്. പെണ്ണു മയ്യത്തായ എങ്ങനെന്താക്കണം നിങ്ങൾ അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ ഗഫിർ ലഹു ചൊല്ലണ്ട, അല്ലാഹുമ്മ ഗഫിർ ലഹാ വർഹംഹാ വഅഫു അൻഹാ അങ്ങനെ ചൊന്നുകൊണ്ട് പോകണം. അങ്ങനെ മയ്യത്ത് ആദുവത്തിന്ന് പിന്നെ ഒരു അല്ലാഹു അക്ബർ ഒരു തക്ബീറത്തുൽ ഇഹ്റാം ചൊന്നിട്ട് കൈ കെട്ടിയിട്ട് അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. പെണ്ണായിട്ടെങ്കിൽ അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹാ വലാ തഫ്തിന്നാ ബഅദഹാ വഗ്ഫിർ ലനാ വലഹാ എന്നിട്ട് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറ ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതൊരു ദുആയിട്ട് അങ്ങനെ അവിടെ നിന്റെ കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബലത്തെ ഭാഗത്തും ഇടത്ത ഭാഗത്തും സലാം വീട്ടൽ. ഇതോടുകൂടി തീർത്ത് മുന്തയിട്ടല്ലേ ബെല്യാസറുണ്ട് എതിർള്ള മയ്യത്തിക്കില്ല. അവിടെ എങ്ങനെ നീയത്ത് വെക്കണം ചെന്നെങ്കിൽ ഇമാമു എതിർൽ എന്താക്കറ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വമുണ്ട്. അപ്പം ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്തിന് മേൽ നാണ് ഫർദായിട്ട് നാണ് നിസ്കരിക്കുക ചെന്നിട്ട് നീയത്ത് വെച്ച് കൈ കെട്ടി അങ്ങ് മയ്യാവും. എങ്ങനെ ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്തിന് മേൽ നാണ് നീയത്താക്കി നാണും നിസ്കരിക്കാണ്ട് മനസ്സിൽ വന്നങ്ങ് മയ്യാവും. അത്രയേ ഉള്ളൂ.
ഇതോടുകൂടി മയ്യത്ത് നിസ്കാരത്തെ ഒരു രൂപ തിന്ത് ഇതുപോലും ചെമ്മാൽമാർ ഗൊന്തില്ലാണ്ടായിട്ട് ഇമാമത്ത് നിൽക്കോ വേണ്ടത് അങ്ങ് ഒന്ന് പഠിച്ചിട്ട് ഇക്കടാരെന്തോ അത് ഉമ്മക്ക് മോണല്ല നിസ്കരിക്കണം. മോണ് എപ്പാ മോണ് നല്ല യോഗ്യത്തുള്ള ഒരു മോണെങ്കിൽ മാത്രമാ, അല്ലാണ്ട് എന്തും കൊന്തില്ല പള്ളി 10 വർഷം പിന്നായിട്ടിക്കോ. അപ്പം അങ്ങനത്തെ നിൽക്കാണ്ട് ആലിമീങ്ങൾക്ക് ഗൊന്തി നിങ്ങൾക്ക് വിട്ടു കൊടുക്കണോണ്ട് ഒരു അപേക്ഷ ഞാൻ ആക്കിയിട്ടുള്ളത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.